ഈ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ട് അത് അപ്പൊ കുട്ടികളുടെ മുഖം നമ്മുടെ ഫ്രണ്ടിൽ വന്നില്ലേ? ഒരു മോളെ ഉണ്ടായിരുന്നു നെയ്നൂസ് ആ ടൈമില്, മറ്റേ മോളെ പ്രഗ്നന്റ് ആയിരുന്നു. നെയ്നു മമ്മി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടായത്. ഒറ്റയ്ക്ക് വീട്ടിൽ വെച്ചാണോ? അവിടെ ബഹ്റൈനിലായിരുന്നു ഞാൻ, ബഹ്റൈനില്. അപ്പൊ മമ്മി എന്ന് പറഞ്ഞപ്പോ എന്തിന് നമ്മളെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിട്ട് നമ്മള് മരിക്കുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മളെ ഉമ്മ ഉപ്പ എന്റെ ഏട്ടൻ അനിയന് എന്റെ കുട്ടി. അപ്പൊ അവർക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടവും ഇല്ല എന്റെ ഹസ്ബൻഡിന്. കാരണം എന്ന് വെച്ചാല് എന്റെ ഹസ്ബൻഡിന് വേറെ പെണ്ണ് കിട്ടും, ഓക്കെ, അവനക്ക് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്റെ പാരന്റ്സിനായിക്കോട്ടെ, എന്റെ ഇക്കാക്കായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, എന്റെ മോൾക്കായിക്കോട്ടെ, അവർക്ക് ഒരിക്കലും എന്നെ പോലെ ഒരു പെങ്ങളോ ഒരു മോളോ അല്ല ഒരു ഉമ്മയോ അവർക്ക് ഒരിക്കലും കിട്ടില്ല. 100% അപ്പൊ അന്നേരം ഞാൻ ചിന്തിച്ചത്, ഞാൻ മരിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കാം അവനിക്ക്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് അന്ന് ആ കേക്കിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് മീൻസ് എന്റെ ഉപ്പാനെ ഇനിയും ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളെ ഉപ്പമാർ അത്രയും, എന്റെ ഉപ്പ ഖത്തറിൽ ഇപ്പോഴും വർക്ക് ചെയ്യുക. അപ്പോൾ ചെറിയ പ്രായത്തിലെ എനിക്ക് തോന്നുന്നത് 18 വയസ്സായപ്പോ ഉപ്പ ഖത്തറിൽ പോയിട്ട് നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഇന്ന് വരെ നമുക്കൊരു വിഷമം, ഇന്ന് വരെ എനിക്കായിക്കോട്ടെ, എൻ്റെ ഏട്ടന്മാർക്കായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, എന്ത് പറഞ്ഞാലും വാപ്പ വാങ്ങിച്ചു തരും. അപ്പൊ അത്രയും നല്ല രീതിയിൽ വാപ്പ ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇനിയും വാപ്പാന ബുദ്ധിമുട്ടിക്കരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ ഒരാളെയും ബുദ്ധിമുട്ടിക്കാണ്ട് നോക്കാം. അങ്ങനെ കേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരിക്കലും കേക്ക് ഇത്ര സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ സക്സസ് ആയി, ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടി. പിന്നെ ഒരുപാട് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. 4-5 ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഡെലിവറി തുടങ്ങി. ലോക്ക്ഡൌണിന്റെ ടൈമിലായിരുന്നു. അപ്പൊ അങ്ങനെ വൈറലായത് കേക്കിന്റെ ഇതില്. അപ്പൊ അത്യാവശ്യം ഏൺ ചെയ്തു, മക്കളൊക്കെ നോക്കാൻ തുടങ്ങി, പിന്നെ ഹാപ്പിയായി. അല്ല, ഈ കണ്ണ് പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ആളുകളുടെ മുമ്പിലേക്ക് എത്തി നമ്മള്. അല്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമില് ആ ഒരു ഇഷ്യൂ നടന്നില്ലേ, രണ്ടാമത്തെ ഹസ്ബൻഡ്. അന്നേരം പിന്നെ ഇപ്പൊ നമ്മളെ ഫാമിലിയിൽ കല്യാണോ അങ്ങനെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ ആ ടൈമിലൊന്നും ഞാൻ പോയില്ല. എനിക്ക് പോവാത്തെന്ന് വെച്ചാല് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുക, എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് എങ്ങനെയാ, രണ്ടാമത്തെ ഹസ്ബൻഡ് മീൻസ് എന്തായാലും സമൂഹത്തില് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എന്തായാലും കുറ്റപ്പെടുത്തൽ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനും മാക്സിമം ആൾക്കാരുള്ള ഫംഗ്ഷനിൽ എടുത്തൊന്നും ഞാൻ പോയില്ല. അപ്പൊ ഉമ്മ ഇങ്ങനെ പറയുന്നത് എന്ത് പോവാതെ, അമ്മ എനിക്ക് ചോദിക്കുമ്പോൾ താങ്ങാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ആദ്യത്തെ ഇങ്ങനെയാണ്, രണ്ടാമത്തെ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യണം, എന്നാലും പറയാം നല്ല പാവം, എന്തിനാ അവൾ ആത്മഹത്യ ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഇഷ്യൂല് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തുകയുള്ളൂ, ഗേൾസിനെ പ്രത്യേകിച്ച് ഒറ്റപ്പെടുത്തുകയുള്ളൂ. അപ്പൊ വലിയൊരു ജീവിത ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അല്ലേ? അന്ന് ആ ഒരു ടൈമിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മരിക്കണം. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി, അപ്പുറം ഹാപ്പി ഇല്ല സത്യം പറഞ്ഞാൽ. ഇന്ന് ഞാൻ ഭയങ്കര പ്രൗഡ്, എന്റെ കാര്യത്തിൽ തന്നെ ഭയങ്കര പ്രൗഡ്. ഇന്ന് അത്യാവശ്യം ഞാൻ ഏൺ ചെയ്തു നല്ല രീതിയിൽ. എന്റെ മക്കളെ ഭാവിയിൽ എഡ്യൂക്കേഷൻ പോലെ ഞാൻ ഇന്നിപ്പോ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ മക്കള് ഒരാളെ മുമ്പിൽ കൈ നീട്ടില്ല. കാരണം അത്രയും ഞാൻ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ കാലയളവിൻ്റെ ഉള്ളിൽ. അതാ പറഞ്ഞ ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മള് എന്താ പറയാ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു സൈഡ് ഉണ്ടാവും, സന്തോഷം. അന്ന് ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ദൈവം തരും, ഉറപ്പായിട്ടും. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അന്ന് സങ്കടപ്പെട്ടതിന് ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഈ സങ്കടങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കിയിട്ടുകൊണ്ടാണല്ലോ ആളുകളുടെ മുമ്പിൽ പോയി ചെയ്യാവുന്ന നമ്മള് ടിക്ടോക്ക് ആണെങ്കിൽ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന ഫംഗ്ഷൻ പോകുമ്പോൾ നമ്മൾ ഹാപ്പിയായ മുഖത്തോടി. ഞാൻ ഇതുവരെ അസ്ലമിനെ ഇങ്ങനെ കരഞ്ഞ മുഖം കണ്ടിട്ടില്ല. ഞാൻ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ ചിരിച്ചു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആണ് ഞാൻ ഇതൊക്കെ പറയാൻ തുടങ്ങി. ഇതുവരെ ഞാൻ എല്ലാം ഹൈഡാക്കി വെച്ചിട്ട് ഒന്നും ആരുടെ അടുത്ത് പറയലുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ രണ്ടാമത്തെ ഹസ്ബൻഡ് പറഞ്ഞു, അവള് ഫിലിമിലേക്ക് പോയപ്പോ അവൾ എന്നെ ഒഴിവാക്കിയതാണ്, അവൾക്ക് വേറെ അഫെയർ ഉണ്ട്, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ പിന്നെ എന്തിനിപ്പോ നമ്മളൊരു തെറ്റും ചെയ്യാണ്ട് നമ്മളെന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു, വീണ്ടും എന്തിനു സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം എന്താ? ഓപ്പൺ ആയിട്ടുള്ള നമുക്ക് പറയാം. കാരണം അവരത് വേറെ എന്തൊക്കെയോ ഫേക്ക് ആക്കിയിട്ട് പറയുന്നു. അവളിപ്പോ വലിയ സെലിബ്രിറ്റി ആയപ്പോ എന്നെ ഒഴിവാക്കിയതാണ് അങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നല്ല നടന്നത്. ബഹ്റൈനിൽ ഈ ഒരു ഇഷ്യൂ നടന്ന് അതിന്റെ എല്ലാ പ്രൂഫും എന്റെ ഈ ഫോണിലുണ്ട്. അതിനുശേഷം ഞാൻ നാട്ടിലോട്ടേക്ക് വന്നത്. എല്ലാവർക്കും അറിയാം, എന്റെ ഫാമിലിക്ക് അറിയാം, അവരുടെ ഫാമിലിക്ക് അറിയാം സത്യാവസ്ഥ. ഇനിയിപ്പോ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോകണം പിന്നീട് അല്ലേ? അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ ഒന്നും ചിന്തിക്കുന്നില്ല. വീട്ടുകാരൊക്കെ ആലോചിച്ച് ചെയ്യട്ടെ അല്ലേ? അതൊക്കെ അവര്. ഇപ്പൊ ജീവിതം എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ എന്താ പറയണ്ടേ, ഇപ്പൊ പുറത്തുള്ളവർക്ക് ഭയങ്കര ഹാപ്പി. എല്ലാവരും വന്ന് സെൽഫി എടുക്കും സുവൈബത്തുൽ അസ്ലമിയിലെ വെച്ചിട്ട്. കാരണം എന്റെ പേര് ഒരാൾക്കും മീൻസ് ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ ഒരാൾക്ക് എന്റെ പേര് മനസ്സിലായി. ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും ഇറ്റ്സ് മീ സുവൈബത്തുൽ അസ്ലമിയിലെ എന്ന് പറഞ്ഞിട്ട് വന്ന് സെൽഫി ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. അന്ന് അപ്പൊ ഞാൻ വിചാരിക്കാം, അന്ന് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ല, മീൻസ് കുറച്ചു പേര് ഇങ്ങനെ സങ്കടം പറയും തീർന്ന്. പക്ഷെ ഇന്നെന്താ ഇപ്പൊ എന്റെ മക്കൾക്കൊക്കെ എന്താ പറയണ്ടേ,
മീൻസ് അന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് മക്കൾ ആരും നോക്കാനുണ്ടാവില്ല. പിന്നെ അത്യാവശ്യം മക്കൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കി വെച്ചു. അൽഹംദുലില്ലാ ഹാപ്പിയാണ്. ജീവിതം അവസാനിപ്പിക്കാൻ പോയെന്ന് പുനർജന്മമാണ് അതെ അതെ അല്ലെ? ആ പുനർജന്മം എന്റെ മോളെ ഒറ്റ വിളിന്നാണ് ഞാൻ പിന്മാറിയത്. മോക്ക് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? മോൾക്ക് അന്ന് 1 വയസ്സ്. 1 വയസ്സ്. ചെറിയ മോളാ. മമ്മീന്ന് അങ്ങനെ തുടങ്ങുന്ന ആള് സംസാരിക്കാൻ. ഞാൻ ഇങ്ങനെ ഉറക്ക വാതിൽ അടച്ചിട്ട് വാഷ്റൂമിന്റെ വെയിൻ കെട്ടിയാൽ പോയതാ. അപ്പൊ ഈ മമ്മീന്ന് പറയാം. അവർക്ക് അറിയില്ല എന്താ ചെയ്യുന്നൊന്നും അറിയില്ല. പക്ഷെ കുട്ടികള് വാതിലടച്ച് കഴിഞ്ഞാൽ കരയൂലേ. അപ്പൊ ഒറ്റ വിളിയില് പെട്ടെന്ന് എന്താ മൈൻഡ് മൊത്തം മാറി. പിന്നെ ഉമ്മ, ഉപ്പ, അക്കാക്ക, അനിയന് ഇവരെല്ലാം ഓർമ്മ. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡിൽ ഉണ്ടായത്. ആ ഫോട്ടോ വീഡിയോസ് കണ്ടപ്പോ അതെ അതെ ഒരാൾ നമ്മളെ വിളിച്ചാൽ അതിൽ നമ്മൾ പിന്തിരിയുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പോലീസും ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. ഒന്ന് നമ്മള് ആ ഒരു വീഡിയോ കണ്ടപ്പോ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെ എനിക്ക് എന്നെ തന്നെ എന്റെ ഓർമ്മയുണ്ടായിരുന്നില്ല. എന്താ ഞാൻ ചെയ്യുന്നത് പോലെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് എന്തൊക്കെയോ മൈൻഡ് മൊത്തം ഒരു ബ്ലാങ്ക് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ദുബായില് ശരിക്കും അറിയപ്പെടുന്ന ഒരു വലിയ താരമാണ് അല്ലെ? നമുക്കൊരു സിനിമ സെലിബ്രിറ്റി വരുന്നതും താങ്കൾ വരുന്നതും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇപ്പൊ അല്ലെ? വലിയ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അതേപോലെ ഒത്തിരി ഉൾക്കാരണങ്ങൾ. ഞാനൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഇനാഗ്രേഷൻ ഞാൻ ഒരു വീഡിയോ കണ്ടു. അതൊരു ഗ്രൗണ്ടിലോ വലിയ ഞാനൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഫുട്ബോളുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളാണ്. അപ്പം അത്ര ആരാധകരുണ്ട്. അതുകൊണ്ടാണ് അത്രയും വലിയൊരു ഫംഗ്ഷനിൽ കൊണ്ടുപോകുന്നത് അല്ലെ? ഇപ്പം റേറ്റ് പറഞ്ഞാണ് മേടിക്കണേ ഈ ഇനാഗ്രേഷൻ ഒക്കെ. ഇനാഗ്രേഷൻ എത്ര രൂപ വാങ്ങുന്നത്? അല്ല കൂട്ടി മേടിച്ചു തരാം. ഇന്റർവ്യൂ കാണുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട്. ഇവിടുത്തെ ഒരു സാധാരണ ഒരു ജോലി 5 മാസം 6 മാസം ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളേക്കാൾ അധികം എമൗണ്ട് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അത് ഏത് മേഖല ജോലി ചെയ്യുന്ന ആൾക്കാർ? അപ്പൊ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ ആയിട്ടുള്ള ഒരു ആൾക്കാർ നമുക്കറിയാലോ, ഇവിടെ നോർമൽ എല്ലാവർക്കും അറിയാം സാലറി എത്ര. അതൊരു 5-6 മാസം ഒരു ജോബ് ചെയ്യുന്നത് ഞാൻ ഒരൊറ്റ പ്രൊമോഷൻ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ദിവസം എത്ര പ്രൊമോഷൻ കിട്ടാറുണ്ട്? ഒരു ദിവസം അങ്ങനെ പറയാൻ പറ്റില്ല. മാസത്തിൽ എത്ര പ്രൊമോഷൻ ചെയ്യും? മാസത്തിൽ അത്യാവശ്യം ഉണ്ട്. 10 പ്രൊമോഷൻ. അതിലൊക്കെ അധികം പ്രൊമോഷൻസ് അതേ പറഞ്ഞു. ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ മക്കള് രണ്ടാൾക്കും ഭാവിയിൽ ഒരു MBBS അവർക്ക് എന്താവണം എനിക്കറിയില്ല, എഞ്ചിനീയർ എന്ത് ജോബ് ആണെങ്കിലും അത് അവർക്ക് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. 2 മക്കൾക്കും, നേനൂസിനും നിലൂസിനും. കുട്ടികളുടെ പേരിലാണോ കൊണ്ടെടുത്തിരിക്കുന്നത്? അതോ അതൊക്കെ ഇവിടെ പറയണം. അതൊന്നും ഞാൻ പറയില്ല. എങ്ങനെയാണ് മിസ് 2 ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോ വീട്ടിൽ അത്യാവശ്യം നല്ല ഫാമിലിയാണ്, വലിയ ഫാമിലിയാണ്. മീൻസ് അങ്ങനത്തെ പൈസന് ബുദ്ധിമുട്ടൊന്നും ഉള്ള ഫാമിലി ഒന്നല്ല. അത്യാവശ്യം ഈ ദുബായില് ഇവിടെ മാത്രമേ നാട്ടിൽ ഇനാഗ്രേഷൻ കിട്ടാറുണ്ട്? നാട്ടിൽ ഇഷ്ടംപോലെ. നാട്ടിലൊക്കെ ഇപ്പൊ റീസെന്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒക്കെ ഇനാഗ്രേഷൻ ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. നാട്ടില് ഇനാഗ്രേഷൻ പ്രൊമോഷൻ ഒക്കെ വിളിക്കാറുണ്ട്. ഈ നമ്മുടെ ഒരു ഡ്രസ്സിംഗ് രീതി അല്ലെ, നമ്മുടെ ഒരു സംസാര രീതി, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന രീതി, ഇതൊക്കെ ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ അല്ലെ വലിയ രീതിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടായി കാണും. മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ സാധാരണ എല്ലാവരും മുസ്ലിം പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് അതെങ്ങനെയാണ് തരണം ചെയ്തു പോയത്? അതെന്ന് വെച്ചാല് ആദ്യം ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഞാൻ. ഇൻസ്റ്റഗ്രാമിൽ വെച്ചാൽ ഫുള്ള് തീ പറക്കുന്നതും ലവ്, മുത്തേ, കർലെ, ഈ പൊളിയാട് സംഭവമാണ്, ലേഡീസ് സൂപ്പർ സ്റ്റാർ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഉണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ. ഫേസ്ബുക്കിലാണ് സഹിക്കാൻ പറ്റാത്ത കമന്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ ടിക്ടോക്കും. ഈ 2 പ്ലാറ്റ്ഫോമിലാണ് വൺ അറ്റാക്ക്. പക്ഷെ എനിക്ക് അവരോടൊക്കെ ഭയങ്കര ഇഷ്ടം മാത്രമേ ഉള്ളൂ. കാരണം അവരാണ് എന്നെ വളർത്തിയത്. കാരണം അവര് നമ്മള് നെഗറ്റീവ് രീതിയിൽ ട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്തുനിന്ന് നേരെ നമ്മളുടെ പ്രൊമോഷൻ ആയിക്കോട്ടെ, ഇനാഗ്രേഷൻ ആയിക്കോട്ടെ, ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നെങ്കിൽ അത് നേരെ ഡബിൾ മടങ്ങായിട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ ദുബായിൽ വന്ന് ഇറങ്ങിയപ്പോഴും ഇപ്പോ എന്റെ ചാർജ് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. അന്ന് എനിക്ക് ട്രോൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ടിക്ടോക്ക് തുറന്നപ്പോ എനിക്ക് ആദ്യമായിട്ട് ട്രോള് വരാൻ തുടങ്ങിയത്. അപ്പോ അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നും ഇല്ല. പിന്നെ ആർക്കാ നിങ്ങൾക്കും ഉണ്ടല്ലോ ഇഷ്ടംപോലെ നെഗറ്റീവ്, എല്ലാവർക്കും ഉണ്ടാവും. ഒരു കുറച്ച് ഫെയിം ആവുമ്പോ എന്തായാലും ഈ എന്താ പറയാ എന്തൊരു ഇതുണ്ടല്ലോ, പഴഞ്ചൊല്ലുണ്ടല്ലോ, മാങ്ങയുള്ള മാവിലെ കല്ലറിയുള്ളൂ. അത് എന്താ പറയാ, ചിലർക്ക് അങ്ങനെയാണ്. അസൂയ കുശുമ്പ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ട്. ഒരാൾ പെട്ടെന്ന് മേലോട്ട് പോകുമ്പോൾ തളർത്താൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിരിക്കലുണ്ടാവും. ഒരു സിനിമാ മേഖലയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാ? സിനിമ ഞാൻ ഷൈനുമായിട്ടൊരു മൂവി അങ്ങനെ, ഷൈന എന്റെ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ മൂവിയില് ഏത് മൂവിയാണ് ചെയ്തത്? അത് അതിന് കംപ്ലീറ്റ് ആയില്ല, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് ആദ്യം ചെയ്തത്? അതാണ് ആദ്യം ചെയ്തത്. അതിന് ശേഷമാണ് നല്ല സമയത്തിലേക്ക് വരുന്നത്. അതിനുശേഷം നല്ല സമയത്ത് ആ സിനിമ റിലീസ് ആയിട്ടില്ല? ഇല്ല, അതിന്റെ ഫുൾ കഴിഞ്ഞിട്ടില്ല. അത് ആര് ഡയറക്ട് ചെയ്തത്? അജയ്. ഓഹോ, മനസ്സിലായി.
അത് തീർന്നിട്ടില്ലല്ലോ, ഇനിയുണ്ടല്ലോ ഇടയ്ക്ക് നിന്ന് പോയ സിനിമ അല്ലേ? അങ്ങനെ ഷൈനുമായിട്ടാണ് ആദ്യം. അത് പിന്നെ ഉമർക്ക പിന്നെ നല്ല സമയത്തിലേക്ക് ഇതാക്കി ഹീറോയിൻ ആയിട്ട്. അത് വലിയ നല്ല സമയമായോ? നല്ല സമയമായെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിലും OTT ഇപ്പൊ നല്ല രീതിയിൽ. പിന്നെ നമുക്ക് എന്താ പറയേണ്ടത്, എപ്പോഴും നമ്മളെ ഫിലിം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ എന്താ പറയാ IMDb അതിലൊക്കെ നമ്മൾ വന്നല്ലോ. അത് നോക്കുമ്പോ എനിക്ക് ബെനിഫിറ്റ്സ് തന്നെയുള്ളൂ. പിന്നെ നല്ല സമയത്തോട് കൂടിയിട്ട് എനിക്കും നല്ല സമയമാണ്. വേറെ സിനിമകൾ ഓഫർ വന്നിട്ടുണ്ടോ? വേറെ സിദ്ദീഖ് സർ മൂവി പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടർ സിദ്ദീഖ് സർ. ഈ സിനിമയിൽ അഭിനയവും വലിയ രീതിക്ക് ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? എന്റെ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല, ബന്ധുക്കൾക്ക് കുറച്ചേർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു എന്റെ ഫിലിമിലൊക്കെ അഭിനയിക്കാമെന്ന്. പക്ഷെ വേറെ രസം എന്ന് വെച്ചാല്, ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടപ്പോ എന്റെ അടുത്ത് കുറച്ച് പേര് നീ എന്താ മുസ്ലിം അല്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ ഫോട്ടോ ഇടുന്ന മോശമല്ലേ എന്നൊക്കെ. പക്ഷെ അവര് എനിക്ക് ഇന്ന് ലക്ഷങ്ങൾ തന്നിട്ട് അവർ ഷോപ്പുകൾ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മളൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ മാറ്റി പറയും. അവരോട് അപ്പം അതിന്റെ വാശി വെച്ചിട്ടുള്ള ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ ഒരാളുടെ അടുത്തും അങ്ങനത്തെ ഇത് പറയില്ല. നമ്മള് കാണിച്ചു കൊടുക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ സിനിമയിലേക്ക് വരുമ്പോ ഈ കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. കാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് സിനിമയിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ മിസ്സിംഗ് ഗേളിലെ സിനിമയിലെ നായിക പറഞ്ഞത്, ഒരു രാത്രി എനിക്ക് 25 ലക്ഷം കാറും തരാമെന്ന് പറഞ്ഞ് എന്റെ റൂമിൽ മുട്ടി. എന്നെ തമിഴ് സിനിമയിലേക്ക് കൊണ്ടുപോയ പട്ടാമ്പിക്കാരനാണ് അങ്ങനെ പറഞ്ഞത്, ശല്യം ചെയ്തു. അതെ, ആ സിനിമ തീർന്നവരെ ഈ പെൺകുട്ടി പ്രതികരിക്കാതെ പിന്നീട് ക്യാരവാനിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അടി കൊടുത്തത്. സിനിമാ മേഖലയിൽ അത്തരം ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പോലും വിശ്വസിക്കുന്നുണ്ടോ? അതിപ്പോ എല്ലാ ഫീൽഡിലും ഉണ്ട്. അതിപ്പോ ഇവിടെയാണെങ്കിലും ദുബായിലാണെങ്കിലും ചിലർ ജോബ് കൊടുക്കണമെങ്കിൽ ചിലർ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ മീൻസ് അത് സിനിമയിൽ മാത്രമൊന്നുമല്ല, എല്ലാ ഫീൽഡിലുള്ള സംഭവമാണ്. സിനിമ പിന്നെ കുറച്ച് കൂടുതൽ പുറത്തറിയുന്നതേ ഉള്ളൂ. മനുഷ്യന്മാർ പല ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോൾ നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ എന്താ പറയണ്ട, ഉമർക്ക് ആ രീതിയിൽ ഇതുവരെ സമീപിച്ചിട്ടില്ല. സുദീഖ് സർ ആണെങ്കിലും ഞാൻ അവരൊക്കെ സിനിമയിലുണ്ട്. മീൻസ് എനിക്ക് തമിഴില് ഒരു മൂവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് അവര് ഈ പറഞ്ഞ പോലെ നമ്മള് അവിടെ പറയേണ്ട ആവശ്യമില്ല. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതൊരു മീൻസ് ട്യൂണ് മാറുമ്പോ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ വേണ്ടാന്ന് വെച്ചു ഒരു മൂവി. ആരെങ്കിലും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനെ? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എന്റെ ഓപ്പൺ ആയിട്ടില്ല, ട്യൂണ് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു തമിഴ് മൂവിയില് ഇങ്ങനെ ഒരു മൂവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ എനിക്കത് ജെനുവിൻ അല്ല എന്ന് തോന്നി. ആള് ട്യൂണ് മാറിയപ്പോ പിന്നെ അത് വേണ്ട. ദുബായിൽ വെച്ച് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? മൂവിക്കല്ല, വേറെ ഉദ്ഘാടനത്തിന് പോലും? ഇല്ല, ഇല്ല, അങ്ങനത്തെ കോയിത്തരം പിന്നെ ആൺകുട്ടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ. അങ്ങനെ നമ്മളെ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ നമ്മള് തിരിച്ചു പറഞ്ഞാൽ മതി. തിരിച്ചു മറുപടി പറയാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ ആരും നമ്മുടെ മുമ്പിൽ. പിന്നെ നമ്മള് ഇപ്പൊ ഫോൺ പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു എന്താ പറയാ, ഒരു പ്രൊമോഷന് പോയ ഒരു ഷോപ്പില്. അപ്പൊ അവര് എന്താ പറയാ, ഒരു 8 മണി ആ സമയത്തായിട്ടൊന്ന് ലൊക്കേഷൻ അയച്ച ഷോപ്പിലേക്ക്. അപ്പൊ ഞാളും കുറച്ച് ഫ്രണ്ട്സ്, അവർക്കറിയാം, വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, നമ്മളൊക്കെ കൂടിയിട്ട് പ്രൊമോഷന് പോയത്. അപ്പൊ അങ്ങനെ ഷോപ്പ് പ്രൊമോട്ട് ചെയ്ത് നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ പിന്നീട് അവര് ഫ്രണ്ട്സിന് ആ ഒരു സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് കാണിച്ചിട്ട്, എടാ കണ്ട അവൾ എന്നെ 8 മണിക്ക് കാണാൻ വന്നു, അതവിടെ പ്രൊമോഷൻ അവർ പറയാണ്ട്. അപ്പൊ അത് ഞാൻ വേറെ ആൾ കൂടി അറിഞ്ഞു ഇങ്ങനെ. പക്ഷെ അങ്ങനെ ട്യൂണ് മാറ്റി പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മീൻസ് അല്ലാണ്ട് അവരോട് പിന്നെ പ്രതികരിച്ചോ? ഞാൻ നല്ല രീതിയിൽ നമ്മൾ പോയ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടല്ലോ, അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു. അത് എന്റെ ബ്രദർ അറിഞ്ഞു. അപ്പൊ എന്റെ ബ്രദർ അറിഞ്ഞിട്ട് ബ്രദർ എന്നെ കോളാക്കി എന്റെ അടുത്ത് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പോയ ഫ്രണ്ട്സ് ആരൊക്കെയാന്നുള്ളത് അവരെ ഞാൻ കണക്ട് ചെയ്ത് തരാം. അപ്പൊ അങ്ങനെ അവരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടാണ് ആ പ്രൊമോഷൻ പോയത്. അപ്പൊ അവര് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, മറ്റവൻ വളച്ചൊടിച്ച് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞു. അത് നല്ല രീതിയിൽ നമ്മള് അവരെ പറഞ്ഞു. മൊത്തത്തിലൊരു ചീത്ത കുട്ടി എന്നുള്ള പേര് ചില സമയത്ത് ചില ആളുകളിൽ നിന്നും പറയുന്നുണ്ടാവുന്നു, ബന്ധുക്കാരുടെ അടുത്തുനിന്നോ, അവൾ അത്ര ശരിയല്ല, അവൾ ഒറ്റയ്ക്ക് ദുബായി താമസിക്കുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അങ്ങനെ പറയും മനുഷ്യന്മാരല്ലേ, എന്തായാലും കുറ്റം പറയും പെൺകുട്ടികൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ. പിന്നെ എനിക്ക് ഒന്നാമത് എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എല്ലാവർക്കും അറിയാം, ഞാൻ മണി ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ലവ് അങ്ങനത്തെ പോകുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എപ്പോഴും മണിയാണ് കൂടുതൽ, ബിസിനസ് അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സ്വന്തമായിട്ട് ഓൺ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, സ്കിൻ വൈറ്റനിങ് ക്രീം. ഇവിടെ ഓൾ ഓവർ UAE
കൊറിയർ ഉണ്ട്. അപ്പൊ അത്യാവശ്യം അത് അതിന്റെ ഇടയിൽ ഇതിന്റെ ഒരു ടൈമൊന്നും ഇല്ല. മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു അതൊന്നും ഞാൻ നോക്കലില്ല. അതിനെ കൊണ്ടൊരു ആവശ്യമില്ല. മീൻസ് അവരൊന്നും നമുക്ക് നമ്മളെ മക്കൾക്കോ എനിക്കോ ഒരു രൂപേന്റെ സാധനം വെറുതെ തരൂല. എനിക്കറിയാം ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്കും മക്കൾക്കും എന്റെ വീട്ടുകാർക്കും ഉണ്ടാവും. അതുകൊണ്ട് ഈ പറയുന്നവരൊക്കെ നമുക്ക് ഇവര് മനുഷ്യന്മാർ അങ്ങനെയാണ്, കുറ്റം പറയാനായിട്ട് കുറച്ച് ജന്മങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇവരെ പിന്നാലെ പോയി കഴിഞ്ഞാല് നമ്മൾ എവിടെ എത്തില്ല. പിന്നെ എനിക്കിവിടെ അത്യാവശ്യം എല്ലാ രീതിയിലും വലിയ വലിയ ബിസിനസ് പേഴ്സണായിട്ട് കൊണ്ട്, അപ്പൊ ഇവരൊക്കെ നമ്മളെപ്പോഴും അടിപൊളി, നീ സംഭവമാണ്, മീൻസ് നീ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ്, നീ ചെറിയ ഏജിൽ തന്നെ ഇത്രയും ഏൺ ചെയ്തു അങ്ങനെയൊക്കെ പക്ഷെ ഈ ലോ ലെവലിലുള്ള ആൾക്കാരാണ് നെഗറ്റീവ് കമന്റ്സ് ഇടുക. ഒരു പണിയും കൂലിയും ഇല്ലാണ്ട് ചുമ്മാ റൂമിൽ ഇരുന്നിട്ട് നെറ്റ് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുന്നു. ഇല്ല, ഫേക്ക് ആയിരിക്കും. പിന്നെ ഉള്ളത് തന്നെ നമുക്ക് പ്രൊഫൈൽ കണ്ടാൽ തിരിയും. ഒരു നെഗറ്റീവായിട്ട് ട്രോളുന്ന വ്യക്തികളായിക്കോട്ടെ. ഞാനിവിടെ അതേപോലെ നെഗറ്റീവായിട്ട് ട്രോൾ ചെയ്ത വ്യക്തിക്കെതിരെ കേസ് കൊടുത്തിട്ട് ഫൈനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പോരാടുന്ന സ്ഥലത്തൊക്കെ പോരാടുന്നുണ്ടല്ലേ? അല്ല, നമുക്കിപ്പോ എന്താ പറയണ്ടേ, നമ്മളെ വെറുതെ നമ്മൾ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇത് ദുബായ് ആണല്ലോ, കേരളം ഒന്നും അല്ലല്ലോ. ദുബായ് ജീവിതം തന്നെയാണ് സേഫ്. നമുക്ക് ഒരു പെൺകുട്ടി എന്നതിലേക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ദുബായ് ജീവിതം തന്നെയാണ് സേഫ്. കേരളത്തിലും അല്ല, കേരളത്തിൽ സേഫ് അല്ല. ഇവിടുത്തെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് എന്താ സഡൻലി നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ ചെയ്താൽ സഡൻലി അയാൾക്ക് ഫൈൻ വന്നു, പുറകെ ഒത്തിരി പോകേണ്ടി വരും. അതൊക്കെ അത്രയേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ദുബായിൽ തന്നെയാണ് സേഫ്. ഇവിടുത്തെ റൂൾസ് എല്ലാം കൊണ്ടും, ഡ്രൈവിംഗ് ആണ് എല്ലാം, നിങ്ങൾക്ക് മനസ്സിലായില്ല. മീൻസ് എല്ലാ റൂൾസ് ഇവിടെ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ്. എത്ര വർഷമായി ദുബായില്? ഇവിടെ ഇപ്പൊ ഞാൻ 2 years ആണ്. 2 വർഷം കൊണ്ടാണ് ദുബായിയുടെ ഹൃദയം കീഴടക്കിയ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിയത് അല്ലേ? പെട്ടെന്നുള്ളൊരു വളർച്ച. അതെ അതെ. ടിക്ടോക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആദ്യം ടിക്ടോക്ക് ഉണ്ടായിരുന്നു ബഹ്റൈനിലുള്ളപ്പോ. അന്ന് പിന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യില്ല. ഞാൻ ഹസ്ബൻഡ് ആയിട്ട് പോകുന്ന ടൈമിൽ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിരുന്നു. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഹസ്ബൻഡ് വീഡിയോസ് ഒക്കെ ഇടുന്നല്ലാണ്ട്. ഇൻസ്റ്റാഗ്രാമില് 2 lakhs സംതിങ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വരുമാനം ഇപ്പൊ? സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്ക് കൂടി നല്ല ഏൺ ചെയ്യാൻ പറ്റും. ടിക്ടോക്ക് ലൈവിലൊക്കെ നമുക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം മന്ത്ലി നല്ലൊരു എമൗണ്ട്, മന്ത്ലി 10,000 dirhams ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അല്ല, മീൻസ് അത് ത്രൂ ആണ്. പ്രൊമോഷൻ ഒക്കെ വരുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഒരുപാട് കിട്ടും. ഇത് വെറും നമ്മളൊരു ഷോപ്പിന്റെ പ്രൊമോഷൻ നമ്മുടെ ഇൻസ്റ്റയിൽ ഇടണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ പൈസ വാങ്ങുന്നത്. ഇൻസ്റ്റാഗ്രാം ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. ടിക്ടോക്കിൽ ഇത്ര റേറ്റ് ആണ് ഞാൻ പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ഇത്ര റേറ്റ്, ഫേസ്ബുക്ക് റീൽസിൽ ഇടാൻ ഇത്ര റേറ്റ്, അങ്ങനെ. ഞങ്ങൾ വാരി വലിച്ചൊന്നും എല്ലാ പ്രൊമോഷനും എടുക്കാറുമില്ല. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉള്ളത് മാത്രമേ എടുക്കൂ. ഇപ്പൊ ഒരേ സ്ഥാപനങ്ങൾ, ഇപ്പം ഒരു ജുവലറി ഉണ്ടെന്ന് വെച്ചോ, ജുവലറി തൊട്ടടുത്തായിരിക്കും. ഒരു ജുവലറി ഇവിടെയാണെങ്കിൽ ഒരു ജുവലറി ഇവിടെ ആയിരിക്കും. ഇവിടുത്തെ നമുക്ക് ആദ്യം പറയുന്ന പ്രൊമോഷൻ ഇവിടെയും പറഞ്ഞ ഈ 2 ജുവലറിക്കും വേണ്ടി പ്രൊമോഷൻ ചെയ്യും? ഇല്ല, അങ്ങനെ ചിലർ ഒരു ലിമിറ്റ് ഇത് വെക്കും. ഇപ്പൊ ഒരു അബായ ഷോപ്പ് ചെയ്ത് ഞങ്ങൾ അബായ മാത്രമേ ചെയ്യാൻ പാടും. അവർ ഇത്ര മന്ത്ലി നമുക്ക് ഇത്ര എമൗണ്ട്, ഒരു അംബാസഡർ. ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ അറബ്സിന്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, കഫ്തേരിയ ഒക്കെ, ഷവർമ മേക്കർ റെസ്റ്റോറന്റ് എന്നൊക്കെ. അപ്പൊ അവര് നമുക്ക് ഒരു പാക്കേജ് പോലെയാണ്. അപ്പൊ വീക്ക്ലി പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ അവര് നമുക്ക് ഒരു എന്താ പറയുക, സാലറി ഇതുപോലെ നമുക്ക് എമൗണ്ട് എപ്പോഴും കിട്ടും. അത് സൈഡായിട്ട് അങ്ങനെ കിട്ടുന്നത് നല്ലതാണ്. എല്ലാ രീതിയിലും ഞാൻ പറയുന്നത്, ഞാൻ കൂടുതൽ ഇനാഗുറേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു വാശിയാണ്. വാശിന്നല്ല, ഞാൻ പറയില്ല, എന്റെ ആദ്യത്തെ മോൾക്ക് എല്ലാ മക്കൾക്കും ഞാൻ പറഞ്ഞുതരാം. അത് ഓരോരുത്തർ വാപ്പമാർ മക്കളെ ഇങ്ങനെ താലോലിക്കുമ്പോ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കൂ, എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇല്ലല്ലോ വിചാരിക്കലുണ്ട്. കാരണം എന്റെ 2 മക്കൾക്ക് വാപ്പാന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. 2ഉം ചെറിയ കുട്ടികൾ. ഇപ്പോൾ ചെറുത് തന്നെ, ഒരാൾക്ക് 3 വയസ്സ് 4 വയസ്സാണ്. പക്ഷെ എനിക്കൊക്കെ വാപ്പാന്റെ നല്ല സ്നേഹം കിട്ടിയ. പിന്നെ ഞാനിങ്ങനെ പുറത്തെല്ലാം പോകുമ്പോൾ ഓരോ വാപ്പമാരൊക്കെ ഒരു മക്കളെ എടുത്ത് കൊഞ്ചിക്കുന്നതും മക്കൾക്ക് ഓരോന്നെല്ലാം ചോക്ലേറ്റ് ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്കും പാവം എന്റെ മക്കള്, മീൻസ് കുറച്ച് കാലം ഇപ്പൊ എനിക്ക് ബുദ്ധി വരുന്നതാണല്ലോ, മീൻസ് ചെറിയ കുട്ടികളെ, അവരെനിക്ക് ഭയങ്കര വിഷമമായിരിക്കൂലേ. അപ്പൊ എനിക്കെന്ന് പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ആരും വാങ്ങിച്ചു കൊടുക്കാനുണ്ടാവില്ല, മറ്റുള്ളവരും മുമ്പിൽ കൈനീട്ടി ജീവിക്കേണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലവിനോടുള്ള ഇപ്പൊ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. എനിക്ക് പൈസ ഉണ്ടാക്കാം, മക്കളെ സെറ്റിലാക്കാം. എനിക്കെന്ത് പറ്റിക്കഴിഞ്ഞാലും മക്കളെ ഹാപ്പി ആയിട്ട് നിൽക്കണം, അവർക്ക് ഒരു ഫിനാൻഷ്യലി അവരൊന്ന് സെറ്റ് ചെയ്യുക, അത്ര തന്നെ.